ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പറമ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പറമ്പിലേക്ക് പോകുന്നത് നമുക്ക് കുറച്ചധികം പരിപാടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഷർട്ടൊക്കെ എടുത്തിട്ടോ പോണതിന് മുന്നായിട്ട്. കാരണം പറഞ്ഞല്ലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ തന്നെയുള്ളത്, അതുകൊണ്ട് പുല്ലായാലും മൊത്തത്തിൽ ഇങ്ങനെ നനഞ്ഞു കിടക്കുമായിരിക്കും. മാത്രമല്ല മഴയൊക്കെ പെയ്യുമ്പോൾ പിന്നെ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അട്ടയുടെയും അതുപോലെ തന്നെ കൊതുവിൻ്റെയൊക്കെ ശല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷർട്ട് ഇട്ടാതെ പോയി കഴിഞ്ഞ് ചിലപ്പോൾ മുള്ളും മൊത്തത്തിൽ ഇങ്ങനെ വലിഞ്ഞ് ആകെ ചിലപ്പോൾ വരുമ്പോഴത്തേന് ഒരുമാതിരി ആവട്ടെ. അതുകൊണ്ട് ഞാൻ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ തെളിച്ചൊന്നുമില്ല, എന്നാൽ തൊട്ട് നന്നായിട്ട് അങ്ങനെ കോട മൂടി ആ ഒരു അന്തരീക്ഷം അല്ല കേട്ടോ. അപ്പോൾ നോക്കിയാൽ കുറച്ചൊരു തെളിച്ചുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകും. അപ്പോൾ നോക്കി നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും ഫ്രണ്ടിൽ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ. തുള്ളി ചാടിക്കൊണ്ട് നോക്കി ഫ്രണ്ടിൽ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും കൂടി ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു മൂടലിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തെളിയാനുള്ള, അതായത് നന്നായിട്ട് വെയിൽ വരാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. ഒന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം. അപ്പോൾ മഴയൊക്കെ നല്ല രീതിയിൽ തന്നെ പെയ്തുകൊണ്ട് പട്ടയായാലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ ആയാലും നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സാനിറ്റൈസർ, ഡെറ്റോൾ, അങ്ങനെ പിന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് കയറില്ല എന്നല്ല, എന്നാൽ പോലും നമുക്ക് കയറുന്നത് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം. ഈ വീട്ടിൽ ഇവിടെ ആയിട്ടൊരു മാവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാവിലേക്ക് അത്യാവശ്യം മാങ്ങയൊക്കെ ഇതാ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് ചിലപ്പോൾ ആ ഒരു ടൈം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു ടൈമിലേക്ക് കേട്ടോ നന്നായിട്ട് ചക്കയും മാങ്ങയൊക്കെ മൂത്ത് കറക്റ്റ് ഒരു പരുവക്കായി വരുന്ന ഒരു ടൈം. അപ്പോഴത്തേനും നല്ല മഴയാവും കേട്ടോ. പിന്നെ ഇങ്ങനെ നല്ല മഴയാകുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കിളികൾ കഴിച്ചിട്ടും താഴെ വീണിട്ട് ചീഞ്ഞു കളഞ്ഞൊക്കെ പോകും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി പോകാനുള്ള വഴി ഇതാ ഈ ഒരു വഴിയാണ്. അതേപോലെ തന്നെ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റാണ്. പൊതുവേ നമ്മളിപ്പോൾ പോകുന്ന ഒരു ഏരിയ ആയാലും നല്ല കാറ്റ് വീശുന്ന ഏരിയ കേട്ടോ. പിന്നെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ഓഫ് റോഡ് എന്ന് തന്നെ പറയാം കേട്ടോ. ആ രീതിയിലാട്ടോ നല്ല റോഡ് ഇതാ നോക്കി ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കുറേ നാളുകളായിട്ടോ. അത് മാത്രമല്ല കേട്ടോ, നല്ല മഴയൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തപ്പോൾ നോക്കി ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കി ഒരു മരത്തിൻ്റെ വലിയൊരു കുറ്റിയൊക്കെ ഉണ്ട്. ഒരുപാട് നാൾ പഴക്കമുള്ള ഒരു കുറ്റിയൊക്കെ റോഡിൻ്റെ ആ ഒരു പകുതി ഭാഗത്തോളം നോക്കി ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പം ഇനി 2-3 മഴയൊക്കെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെയ്ത് കഴിഞ്ഞാൽ നോക്കി ആ ഒരു ഭാഗം തുരങ്കത്തിൻ്റെ ഒരു സെറ്റപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം പെട്ടെന്ന് ഇനി ഇടിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് നല്ല മഴയൊക്കെ വരുമ്പോൾ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതിൻ്റെ പല പല സ്ഥലങ്ങളിലും മരം വീണിട്ടും അതുപോലെ തന്നെ ഇതുപോലെ മണ്ണിടിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് മണ്ണിട്ടാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് മരങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നാൽ പോലും ആ ഒരു ഭാഗം നന്നായിട്ട് മണ്ണിട്ടുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇടിഞ്ഞിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇതാ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ പറമ്പിൻ്റെ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഇതാ റോഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറേ ബ്ലോക്ക് വീലാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് വീലൊക്കെ നോക്കിയാൽ കാറ്റിലിങ്ങനെ ആടി വിളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയൊക്കെ ഫുള്ള് കുണ്ടും കുഴിയാട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഇതുപോലെ തന്നെയാട്ടോ. നമുക്ക് 2 വീലറിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ടാസ്ക് തന്നെയാണ് ഈ ഒരു വഴി കൂടെ പോകാമെന്ന് പറയുമ്പോൾ. പിന്നെ ഈ ഒരു ക്ലൈമറ്റൊക്കെ ഇപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണല്ലോ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് പിന്നെ നല്ല കോടയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിസോർട്ടുകളിലേക്കൊക്കെ ഒത്തിരി പേര് വരാറുണ്ട്. അപ്പോൾ 2 വീലറിൽ പോകുന്നവരൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ കെയർഫുള്ളായിട്ട് പോകാം ഈ ഒരു വഴി കൂടെയൊക്കെ. നമ്മുടെ ആവണിക്കുട്ടി നോക്കി പോയത് അങ്ങ് എത്തിയിട്ടുണ്ടേ. അവിടെ എത്തിയത് അവളുടെ പണി തുടങ്ങിയിട്ടുണ്ട് നോക്കി. അവിടെ ഒരു ചട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് പൊട്ടച്ചട്ടിയൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് കല്ലും മണ്ണൊക്കെ ഇതാ വാരി അവളുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ളതാ ചോറും കറിയൊക്കെ വെച്ച് കളിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് നോക്കി. കുറച്ച് മണ്ണും കല്ലൊക്കെ അതിൽ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചെറിയൊരു കാറ്റൊക്കെ ഉള്ളത് ഈ ഒരു സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മങ്കി ക്യാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സെറ്ററൊക്കെ ഇട്ടാട്ടോ. നമ്മുടെ ആവണിക്കുട്ടീനെ കൊടുത്തിട്ടുള്ള ആയാലും നോക്കി അവൾ നടക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അത്രത്തോളം പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ റോഡുകളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആട്ടോ. പ്രത്യേകിച്ച് നല്ല കോടയൊക്കെ ആക്കുന്ന ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു കിടിലൻ വ്യൂ തന്നെയാണെന്ന് പറയാം കേട്ടോ. കാരണം അത്രത്തോളം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാനും പറ്റും. പിന്നെ കോടയൊക്കെ ആയാലും ഇങ്ങനെ പറന്ന് വരുന്ന ഇങ്ങനെ ഓരോ മലകളായിട്ട് ഇങ്ങനെ മൂടുന്നത് നമുക്ക് അത്രയും നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോഴായാലും നല്ല രീതിയിൽ തന്നെ കാറ്റുണ്ട്. അതേപോലെ തന്നെ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നതിനെ അപേക്ഷിച്ച് നോക്കി ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഫുള്ള് താനും മഞ്ഞിങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറ്റ് പോലെ കേട്ടോ, അത്രയും പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആവുകയെ. പിന്നെ കാറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരു രീതിയിൽ പറയേണ്ട ആവശ്യമാണ്. നല്ല കാറ്റ് ഇങ്ങനെ ആഞ്ഞു വീശുന്നുണ്ട്. നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കേൾക്കുന്നത് തന്നെ അറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം കാറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടെന്ന്. മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് നോക്കിയ റോഡിൻ്റെ പല സൈഡും ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരേ നിരപ്പിലല്ലോ കിടക്കുന്നത്. ഫുള്ള് കുണ്ടും കുഴി ആയതുകൊണ്ട് തന്നെ പല ഏരിയയിലും ഇതുപോലെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്ന ആ ഒരു ടൈമിൽ ആ ഒരു മരയൊന്നും അങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഞ്ഞുകൊണ്ട് ഇപ്പോൾ നോക്കി ഫുള്ളായിട്ട് അങ്ങ് കവറായിരിക്കുകയാണ്. അപ്പോൾ നോക്കി അപ്പുറത്തേക്കൊക്കെ നന്നായിട്ട് മഞ്ഞിങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ.
അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ കുട്ടിക്കുറുമ്പിനൊന്ന് നമുക്ക് സേഫായിട്ട് നിർത്താം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവൾക്ക് ഊഞ്ഞാലൊക്കെ എടുത്തിട്ടാട്ടോ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ഹൈറ്റിൽ അവൾക്ക് ആടുകയും ചെയ്യുക. അതുപോലെ തന്നെ അവളായാലും നമ്മൾ നേരെ താഴെ ഇരുത്തുന്നതിന് എത്രയോ സേഫില്ല നമ്മളിങ്ങനെ കൊണ്ടിരുത്തുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്കായാലും കംഫർട്ടായിട്ട് പണിയൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവളാണെങ്കിൽ ഡബിൾ ഹാപ്പി കേട്ടോ ഇങ്ങനെയൊക്കെ ഇരുത്തുന്നത് കൊണ്ട്. കാരണം അവൾക്കിപ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൾ അങ്ങനെ ഇരുന്ന് ആടുകയും ചെയ്യും. പിന്നെ അങ്ങനെ കരച്ചിലോ ബഹളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഊഞ്ഞാലൊക്കെ ഇതൊരു മുരിക്കാട്ടോ. നമ്മൾ കൊടി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മുരിക്കിൻ്റെ ഒരു കമ്പിലേക്ക് കൊളുത്തി വെച്ചിരിക്കും കേട്ടോ ഈ ഒരു ഊഞ്ഞാൽ. ഇത് നമ്മളവിടെ ഉണ്ടായി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിയിട്ടോ. അത്യാവശ്യം കുറച്ച് നാളായിട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അവൾക്കൊരു 28 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഊഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂസ് ചെയ്തിട്ടോ എന്തായാലും അവൾ. പിന്നെ ഇതുപോലത്തെ ഊഞ്ഞാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എന്നുള്ളൊരു പേടിയോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. അതിൻ്റെ സൈഡിൽ നോക്കി ഒരു ചെറിയൊരു കമ്പൂല അങ്ങനെ ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാലും കൈയൊക്കെ നേരെ താഴേക്ക് തൂക്കിയിട്ട് അവർക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കും കൂടി ചെയ്യാം. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും കൂടി വരും കേട്ടോ. അതേപോലെ നമ്മുടെ പണി നടക്കുന്ന സൈഡിൽ ഇവരും ഹാപ്പിയാവും. അങ്ങനെന്താ മങ്കി തൊപ്പിയൊക്കെ നമ്മൾ തലയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം അത് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം മങ്കി തൊപ്പി വെക്കുക, സെറ്റ് ഇടുക, അതൊന്നും എൻ്റെ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണേ. പിന്നെ നമുക്കാരുതാ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ പണി. അപ്പം നമ്മളാൾക്ക് കാണുകയും ചെയ്യുക, അതേപോലെ നമുക്ക് അയാൾ സേഫായിട്ട് ചെയ്യുകയും കൂടി ചെയ്യാമല്ലോ പണികളൊക്കെ. അപ്പോൾ നമ്മുടെ പണി എന്താണെന്ന് പറഞ്ഞല്ലോ അത് വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ കുറച്ച് ഏലം പറിച്ച് നടാൻ വേണ്ടി പോവാണ്. വേറെ എവിടെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നട്ടിട്ടുള്ള ഏലത്തിൻ്റെ ചൂടുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏലത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് തട്ടുകളൊക്കെ നമുക്കൊന്ന് പിരിച്ച് നടണം. അതേ കൊടുത്ത് നോക്കി നല്ലൊരു ഇല്ലുകൂട്ടം കിട്ടും ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട്. ഒരുപാട് നാളെ പഴക്കമുള്ളൊരു ഇല്ല കേട്ടോ. അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട ഇപ്പോൾ ഏണിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. അതേപോലെ തന്നെ ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് മുളച്ച് വരുന്നിട്ടുള്ള പുതിയ പുതിയ ആ ഒരു മുളം കൂമ്പലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആയാലും നമുക്ക് കഴിക്കാനൊക്കെ അടിപൊളിയാണേ. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വ്യൂവിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ നേരത്തെ പറഞ്ഞ പോലത്തെ നല്ല കാറ്റാട്ടോ വീശ്, നല്ല തണുത്ത കാറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പണിയിലേക്ക് കിടക്കണം. നമ്മുടെ ആവണിക്കുട്ടി ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മുടെ മുരിക്കുണ്ടല്ലോ. അപ്പോൾ ഒരു മുരിക്ക് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ കോതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങനെ നന്നായിട്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇതായി കഴിഞ്ഞാൽ കാലിന് നല്ല രീതിയിലുണ്ടാകും. പിന്നെ വിളകൾക്കൊക്കെ ആയിട്ട് ചൂട്ടിലുള്ള ഏലത്തിനായാലും മുന്നേ ഒരുപാട് വിളകൾക്കൊക്കെ അത് വളരാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മുരിക്കൊക്കെ കോതി വിട്ടിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കമ്പുകളുണ്ട് കേട്ടോ മുരിക്കിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൽ നല്ല നീളമുള്ള കുറച്ച് കമ്പുകളാട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമുക്ക് ഏലത്തട്ട് നമ്മളിപ്പോൾ പിരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നന്നായിട്ട് നല്ല നീളമുള്ള കമ്പുകൾ നോക്കി കുറച്ച് എടുക്കാം കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഈ ഒരു ഏലത്തിൻ്റെ തട്ട നട്ടിയതിന് ശേഷം നമ്മൾ കമ്പ് കുത്തിയിട്ട്, അതായത് നമ്മൾ ആ ഒരു നടുന്ന ആ ഒരു തട്ട കാറ്റൊക്കെ വീണ്, അതായത് കാറ്റ് നല്ല രീതിയിൽ തന്നെ വീശി കഴിഞ്ഞാൽ അടിച്ച് പറത്തി താഴെ ഇടാതിരിക്കാൻ. അപ്പോൾ തന്നെ ആ ഒരു നമ്മൾ നട്ടു കൊടുക്കുന്നത് ഏലത്തട്ട നന്നായിട്ടൊന്ന് മണ്ണിൽ വേര് പിടിക്കുന്നവരെ ഒന്ന് സേഫായിട്ട് തന്നെ അവിടെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എടുക്കുന്ന കമ്പുകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കമ്പിൻ്റെയൊക്കെ ഒരു കുറച്ച് ആ ഒരു മണ്ണിലേക്ക് പോകുന്ന അത്രയും കുറച്ച് ഭാഗം നമ്മൾ നന്നായിട്ട് തോല് കളഞ്ഞ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടേ. കാരണം വരുന്നില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങ് മുളച്ച് വരട്ടെ ഈ ഒരു മുരിക്ക് എന്നൊക്കെ പറയുമ്പോൾ. നമ്മൾ എത്ര കെയർ കൊടുത്തിരിക്കും നന്നായിട്ടങ്ങ് ഉണ്ടായി വരട്ടെ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ടങ്ങ് തോലൊക്കെ ഒന്ന് ചെത്തി കൊടുക്കുകയാണെങ്കിൽ അടിയിൽ നിന്ന് അങ്ങനെ മുളച്ച് വരില്ലല്ലോ. അപ്പോൾ കുറച്ചധികം കമ്പുകൾ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യാം. അതേപോലെ തന്നെ ഈ അടുത്ത് നമ്മൾ മരം, അതായത് നമ്മുടെ ഈ ഒരു മുരിക്ക് ഫുള്ളായിട്ടും കോതി ഇറക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോതി ഇറക്കിയ ഒരു ചപ്പ് മൊത്തമായിട്ട് തന്നെ നമ്മുടെ ഇവിടെ തന്നെയുള്ള നമ്മുടെ ആയുർവേദ കമ്പനിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആയുർവേദ മെഡിസിൻസൊക്കെ ഉണ്ടാക്കുന്നവർ വന്നിട്ട് നമ്മുടെ ഇന്ന് ബൾക്കായിട്ടിനെ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അതായത് അവർ നമ്മളടുത്ത് പറഞ്ഞ മുരിക്കിൻ്റെ ഇലയും തണ്ടും മൊത്തത്തിൽ ഒരുപാട് ആയുർവേദിക് മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ആ ഒരു അറിവ് എനിക്ക് പുതിയ തന്നെയായിരുന്നു. കാരണം നമുക്കായാലും ഇവിടെ മുയലൊക്കെ വളർത്തുന്ന ഒരു ടൈമിൽ നമ്മൾ മുയലിന് ചപ്പായിട്ട് മുരിക്ക് കൊടുക്കുമായിരുന്നു. മുരിക്കിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നവർ. പക്ഷേ ഈ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഒരുപാടുണ്ടായിരുന്നു നമുക്ക് കൊടുക്കാനായാലും. അപ്പോൾ അത് ഫുള്ള് നമ്മളിതാ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് കൊടിയൊക്കെ കയറ്റിയിടാനുണ്ടോ നമ്മൾ മെയിനായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ മുരിക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫുള്ള് ശീമക്കൊന്ന തന്നെയായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശീമക്കൊന്നയിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് കയറി വരികയൊക്കെ ചെയ്യും. പക്ഷേ ഒരു ലെവൽ കഴിയുമ്പോൾ, അതായത് 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും ആ ഒരു ചൂട് ഭാഗത്തിൽ നിന്നിങ്ങനെ ഒരു പുഴുക്കേട് പോലെ ഇങ്ങനെ വന്നിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് അത് ഫുള്ളായിട്ട് അങ്ങ് കട്ടായി പോയിട്ടും. അപ്പോൾ നമ്മുടെ കൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി ചിലപ്പോൾ കായ്ച്ച് നിൽക്കുന്ന ഒരു ടൈമൊക്കെ ആയിരിക്കും. ആ ഒരു ടൈമിൽ ഇതുപോലെ ആ ഒരു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കമ്പ് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് പോകാമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
ആ ഒരു പഴയത് ഓൾറെഡി ഉള്ളത് അവിടെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ പുതിയത് ഫുള്ള് നമ്മൾ മുരിക്കിലേക്ക് മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സിൽവർ ഓക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിൽവർ ഓക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി തന്നെയാണ്, മരം തന്നെയാണ്. കാരണം സിൽവർ ഓക്കിലൊക്കെ ആയാലും നന്നായിട്ട് ഗ്രിപ്പൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ച് കയറിക്കോട്ടെ നമ്മുടെ കൊടിയൊക്കെ ആയാലും. അപ്പോൾ നമ്മളിന്ന് 3 പേരും കൂടി പറമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കാലൊക്കെ റെഡിയാക്കുന്ന ആ ഒരു ടൈം കൊണ്ടതായിട്ട് ഞാൻ അവിടെ കുഴിയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കിത് നടാൻ ആവശ്യമായിട്ട് കുറച്ച് കുഴികളൊക്കെ വേണം. അപ്പോൾ എന്തായാലും അതൊക്കെ ആ ഒരു ലെവലിൽ എടുത്തുകൊണ്ടിരിക്കേണ്ടേ. അതേപോലെ തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മണ്ണൊക്കെ നല്ല എന്താ പറയുക, നമുക്കിത് കിളയ്ക്കുമ്പോഴേക്കായാലും നല്ല രീതിയിൽ ഹാർഡൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിളയ്ക്കാനൊക്കെ ആയാലും കുറച്ച് എളുപ്പമുണ്ട്. എടുക്കുക കുറച്ച് കുഴിയൊക്കെ തേടുന്നതുകൊണ്ട് എടുത്തിട്ടാലും നമ്മുടെ ആവണിക്കുട്ടി എല്ലാം നോക്കിയതാ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഡിസ്റ്റൻസ് ആട്ടോ അപ്പോൾ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം തട്ട വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് തട്ട വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അത് പിരിച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ആഴത്തിലുള്ള കുഴിയൊന്നും അല്ല കേട്ടോ നമ്മുടെ ഏലത്തിന് വേണ്ടത്. അപ്പോൾ ഏലം കർഷകരായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയേണ്ടത് നമ്മൾ ഒത്തിരി ആഴമൊന്നും വേണ്ട. ഒരു കപ്പക്കൂടം പോലെയൊക്കെ എന്നാൽ കപ്പക്കൂടത്തിൻ്റെ അത്രയും സെറ്റപ്പിലും അല്ല, ആ ഒരു ലെവലിലാട്ടോ നമ്മൾ കുഴിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും കമ്പുകളാണല്ലോ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയും നമുക്ക് കുറച്ച് കമ്പ് കൂടി വേണ്ട. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ കമ്പ് ഫുള്ള് തീർന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മേളിലേക്ക് വേണം. അപ്പോൾ അവിടെ ആയാലും കുറച്ചധികം കമ്പുകൾ നമ്മൾ കോതിയിട്ടതിൻ്റെ ഭാഗമായിട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേണ്ട ബാലൻസ് കമ്പുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കോതി കറക്റ്റ് ആക്കിയിട്ടുള്ള കമ്പൊക്കെ നമുക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള കുഴികളുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കൊണ്ടുപോയി വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കുഴികൾ പെട്ടെന്ന് എണ്ണി എടുക്കുന്നതിനേക്കാളും നല്ല നമ്മൾ ഇതുപോലെ കമ്പുകൾ അതിൽ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴികൾ എത്രണ്ണം ഉണ്ടെന്ന് അതുപോലെ നമുക്ക് ഇനി എത്ര തട്ട പിരിക്കണം അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് കൊണ്ടേക്കട്ടെ അവിടെ. നോക്കി ഒരാൾ കാര്യമായിട്ട് ഇതാ കുറേ നേരം കൊണ്ട് ആടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരത്തെ ഫോണൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കണം. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വയലൻ്റ് ആവാതെ നോക്കി നല്ല സൈലൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു താഴേക്കൊക്കെ ആയിട്ട് എന്താ കുറേ കുഴികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്കിനി കുറേ കുഴികൾ ബാലൻസ് എടുക്കണം. അതേപോലെ തന്നെ കുറേ പണികളുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്നും ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ എങ്ങനെയാണ് ഏലത്തിൻ്റെ തട്ട വിരിക്കുന്നത്, അപ്പോൾ തന്നെ ഒരു പുതിയൊരു തട്ട വിരിച്ച് നമ്മളത് എങ്ങനെയാണ് നടുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ പുതിയ കർഷകരായിട്ടുള്ള കൂട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ പണി ഒന്നും ചെയ്യട്ടെ. കാരണം ഒന്നും തെളിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ വന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒന്നും തെളിഞ്ഞിട്ടുണ്ട്. നോക്കി ഒരാൾ കാര്യമായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ തലയിട്ട് ആ ഒരു തൊപ്പി നോക്കി ഊരി കേട്ടോ. ഇത്രയും നേരം വെച്ചതിന് സമാധാനം നടക്കാം. കാരണം ഇത്രയും നേരം സാധാരണ വെക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വീട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് ഇടനടിയിലത്തെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ബൈ.